ഹലോ ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മൾ നീൽസ് അക്കാഡമിന്റെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയിലെ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻഓർഗാനിക് കെമിസ്ട്രി ടൂയിലെ ന്യൂക്ലിയർ കെമിസ്ട്രിന്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ് ആണ്. സെക്കൻഡ് ക്ലാസ് ആണ്. അപ്പൊ ഫസ്റ്റ് ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് ക്ലാസ് കാണാം. അപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ന്യൂക്ലിയർ കെമിസ്ട്രി എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലെ കുറച്ച് ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഡിയോ ആക്റ്റീവ് ഇക്വിലിബ്രിയം ആണ്. നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടതാണ് എന്താണ് റേഡിയോ ആക്ടിവിറ്റി, എന്താണ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, ഡിസിൻറ്റഗ്രേഷൻ സീരീസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് റേഡിയോ ആക്റ്റീവ് ഇക്വിലിബ്രിയം ആണ്. അപ്പൊ ഈ ഒരു വാക്ക് നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്, ഇക്വിലിബ്രിയം എന്നുള്ളത്. ഏത് റിയാക്ഷൻ എടുക്കുകയാണെങ്കിലും അതിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോ ഒരു റിയാക്ഷന്റെ കേസ് എടുക്കുന്ന സമയത്ത് എന്താണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒന്ന് പറഞ്ഞേ, ഏത് കണ്ടീഷനിലാണ് നമ്മൾ ആ ഒരു ഇക്വിലിബ്രിയം എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. ഏതൊരു ഓർഗാനിക് റിയാക്ഷൻ ആവട്ടെ ഇൻഓർഗാനിക് റിയാക്ഷൻ ആവട്ടെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഫോർവേഡ് റിയാക്ഷൻസും ബാക്ക്വേർഡ് റിയാക്ഷനും കാണിക്കുന്ന റിയാക്ഷനുകൾ ഉണ്ട്, പോസിബിൾ ആയിട്ടുള്ളതുണ്ട്. അപ്പൊ അതിൽ നമ്മൾ പറയുന്ന ഒരു വേർഡാണ് അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ആ ഒരു കണ്ടീഷനിൽ എന്താണ് പറയുന്നത് ആ ഒരു റിയാക്ഷന്റെ കേസിൽ? അതെ, എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എ ഗീവ്സ് ബി എന്നുള്ള ഒരു റിയാക്ഷൻ നമ്മൾ എടുത്തു. എന്താണ് എ റിവേഴ്സിബിളി ഗീവ്സ് ബി എന്നുള്ള ഒരു റിയാക്ഷൻ. ഇതൊരു നോർമൽ ആയിട്ടുള്ള റിയാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതൊരു നോർമൽ ആയിട്ടുള്ള റിയാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ ഫോർവേഡ് റിയാക്ഷനും ഉണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ട്. ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ എഴുതിയ റിയാക്ഷനിൽ അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ആയിരിക്കും. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് നമുക്ക് പറയാം. അതായത് എ എത്രത്തോളം ബി ആയിട്ട് മാറുന്നു എന്നതിന്റെ റേറ്റും തിരിച്ചെന്താവുന്നു, ഈ ബി എന്ന് പറയുന്നത് എ തന്നെ ആയിട്ട് മാറുന്നു. ഇതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. എ ബി ആവുന്നത് ഫോർവേഡ് റിയാക്ഷനോ ബി എ ആവുന്നത് ബാക്ക്വേർഡ് റിയാക്ഷനോ ആണ്. അപ്പോൾ ഈ ഒരു രണ്ട് റിയാക്ഷൻസും സെയിം റേറ്റ് ആവുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ സെയിം ആവുന്ന കണ്ടീഷൻ ആണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. നമ്മൾ ഇവിടെ പഠിക്കുന്ന എന്താണ്, ന്യൂക്ലിയർ കെമിസ്ട്രി ആണ്. അതായത് റേഡിയോ ആക്റ്റീവ് സീരീസിനെ പറ്റിയിട്ടും റേഡിയോ ആക്ടിവിറ്റിനെ പറ്റിയിട്ടുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് സീരീസ് ഉണ്ടായാൽ എ ഗീവ്സ് ബി, ബി ഗീവ്സ് സി, സി ഗീവ്സ് ടി, അങ്ങനെ പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ എക്സെട്ര നമുക്ക് ഫൈനൽ ആയിട്ട് ഒരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. ഡി അല്ല ഇവിടെ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ടുള്ളത്. ഡി കഴിഞ്ഞതിന് ശേഷം പ്രോഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, എ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയായി ഡിസന്റഗ്രേറ്റ് ചെയ്തിട്ട് ബി ആയിട്ട് മാറി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, ഈ ബി ഡിസിന്റഗ്രേറ്റ് ചെയ്ത് സി ആവാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്, ഈ സി പിന്നെയും ഡിസിന്റഗ്രേറ്റ് ചെയ്ത് ഡി ആവുന്നു. അങ്ങനെ ഈ ഒരു ഡിസിന്റഗ്രേഷൻ സീരീസ് ഒരു സ്റ്റേബിൾ ന്യൂക്ലിയായി ഫോം ചെയ്യുന്നവരെ കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പൊ ബി അൺസ്റ്റേബിൾ ആയിരിക്കാം, സി അൺസ്റ്റേബിൾ ആയിരിക്കാം, ഡി അൺസ്റ്റേബിൾ ആണ്. ഇനി ഇ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയ അവിടെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്താണ്, അൺസ്റ്റേബിൾ ആണ്. അൺടിൽ നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയായി കിട്ടുന്നവരെ ഈ ഒരു ഡിസിന്റഗ്രേഷൻ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടുത്തെ നമ്മുടെ കേസില് എ ഗീവ്സ് ബി, ബി ഗീവ്സ് സി, സി ഗീവ്സ് ഡി ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അല്ലെ. എ എന്തായിട്ട് മാറുന്നു, ബി ആയിട്ട് മാറുന്നു, സി ആയിട്ട് മാറുന്നു, പിന്നെ ഡി ആയിട്ട് മാറുന്നു. ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ എ ടൈം ടി സെക്കൻഡ്സ് എന്താണ് ഇവിടുത്തെ നമ്പർ ഓഫ് ആറ്റംസ്, എയുടെ നമ്പർ ഓഫ് ആറ്റംസ് എത്രയായിട്ട് മാറുന്നു? ഇനീഷ്യൽ നമുക്ക് N0 ആയിട്ട് എടുക്കാം. അതെന്തായിട്ട് മാറുന്നു, Na നമ്പർ ഓഫ് ആറ്റംസ് ആയിട്ട് മാറുന്നു. ബിയുടെ എത്രയായിട്ട് മാറുന്നു, Nb നമ്പർ ഓഫ് ആറ്റംസ്. സിയുടെ ആണെങ്കിലോ
NC നമ്പർ ഓഫ് ആറ്റംസ്, D ആണെങ്കിൽ ND നമ്പർ ഓഫ് ആറ്റംസ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോഗ്രഷൻ വരുന്നത്. അപ്പോൾ ഒരു T സെക്കൻഡ്സ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ നമ്പർ ഓഫ് ആറ്റംസ് ചേഞ്ച് ആയിട്ടുണ്ട്. ആഫ്റ്റർ സം ടൈം ദ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ബിക്കം, എന്താ സംഭവിക്കുന്നത്? ഡിസിൻറ്റഗ്രേഷൻ ബിക്കം സെയിം, then the number of atom of each element become a constant. ഈ A ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന റേറ്റും B ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന റേറ്റും സെയിം ആയാൽ അവിടെ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ആറ്റംസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഇപ്പൊ ഒരു 10 മോളിക്യൂള് A 10 ആറ്റം A ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് B ആയിട്ട് മാറി. അപ്പൊ നമുക്കൊരു X എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടി അല്ലെ? 10 എണ്ണം, ഇപ്പൊ 100 എണ്ണത്തിൽ 10 എണ്ണം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബാക്കി എത്രയുണ്ട്? 90 ഉണ്ട്. അതേപോലെ ഈ ബി ഉണ്ടാവുന്ന പ്രൊഡക്റ്റിൽ നിന്നും പിന്നെയും 10 എണ്ണം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് C ആയിട്ട് മാറി. അപ്പൊ അവിടെ എന്തുണ്ട്? ബാക്കി 90 ഉണ്ട്. ഇതേപോലെ ഇങ്ങനെ ഓരോ ഡിസിൻറ്റഗ്രേഷൻ കഴിയുമ്പോഴും ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആഫ്റ്റർ സം ടൈം ദ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ബിക്കം സെയിം. എന്താണ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്? ആ ഡിസിൻറ്റഗ്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് സെയിം ആയാൽ മാത്രം. ഡിസിൻറ്റഗ്രേഷന്റെ റേറ്റ് സെയിം ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ആറ്റംസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇങ്ങനെ എത്തുന്ന ഒരു ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഫോർവേഡ് റിയാക്ഷനെയും ബാക്ക്വേർഡ് റിയാക്ഷനെയും കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ ഒരിക്കലും നടക്കുന്നില്ല റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ സീരീസിൽ. ഇവിടെ എന്താ നടക്കുന്നത്? ഒരു സ്റ്റേബിൾ ന്യൂക്ലിയൈ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ സ്റ്റേബിൾ ന്യൂക്ലിയൈ മാറുന്ന വരെ ചിലപ്പോൾ ഒരുപാട് ന്യൂക്ലിയൈ അതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യാം. ഈ ഓരോ ന്യൂക്ലിയസും ഓരോ ന്യൂക്ലിയൈ അല്ലെങ്കിൽ ഓരോ ആറ്റംസും എന്താ ചെയ്യുന്നത്? ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഒരു സ്റ്റേബിൾ ന്യൂക്ലിയൈ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേബിൾ ന്യൂക്ലിയൈ ഫോം ചെയ്യുന്ന വരെയുള്ള ഒരു 10 ഇന്റർമീഡിയറ്റ്സ് ഉണ്ടെങ്കിൽ ആ 10 എണ്ണത്തിന്റെയും ഡിസിൻറ്റഗ്രേഷൻ റേറ്റ് സെയിം ആണെങ്കിൽ അവരുടെ നമ്പർ ഓഫ് ആറ്റംസ് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിന്റെ ഇക്വേഷൻസ് ഒന്ന് നോക്കാം. ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഇക്വേഷൻ എങ്ങനെ എഴുതാം? ആഫ്റ്റർ എ ടൈം T എന്താ സംഭവിക്കുന്നത്? അവരുടെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ മൈനസ് dNA/dt is equal to minus NB/dt is equal to minus NC/dt is equal to minus ND/dt is equal to പറഞ്ഞിട്ട് എക്സെട്ര ആണ്. അതൊരു സ്റ്റേബിൾ ന്യൂക്ലിയൈ ആവുന്നവരെ. ഡി അല്ല നമ്മുടെ ഇവിടുത്തെ സ്റ്റേബിൾ ന്യൂക്ലിയൈ. അത് ആദ്യം മൈൻഡിൽ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്താണ് പ്രത്യേകത? എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് ഏതാണ്? ഈ ഒരു നെഗറ്റീവ് സൈൻ ആണ്. എന്തുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് സൈൻ കൊടുത്തത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. dNA/dt is equal to dNB/dt is equal to dNC/dt എന്ന് നമുക്ക് എഴുതാം. അങ്ങനെ എഴുതുന്നതിന് പകരം മൈനസ് dNA/dt is equal to മൈനസ് dNB/dt is equal to മൈനസ് dNC/dt എന്ന് എന്തുകൊണ്ട് എഴുതി? ആ നെഗറ്റീവ് സൈൻ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലെ? ഒരു A എന്ന് പറയുന്ന ആറ്റം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് B ആയിട്ട് മാറുകയാണ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ ഒരു എലമെന്റിന്റെ ഇപ്പൊ 100 ആറ്റം ആണ് എയിലുള്ളത്. ആ 100 ആറ്റത്തില് 10 എണ്ണം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് B ആയിട്ട് മാറി. അപ്പൊ അവിടെ എന്താണ്? ആ എയുടെ കോൺസെൻട്രേഷൻ കുറയാണ് ചെയ്തത്. 100-ൽ നിന്നും എത്രയായിട്ട് മാറി? ആഫ്റ്റർ എ ടൈം T സെക്കൻഡ്സ് 90 ആയിട്ട് മാറി. അപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? ആ ഒരു കോൺസെൻട്രേഷൻ കുറയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറയുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ ആ ഒരു നെഗറ്റീവ് സൈൻ യൂസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെഗറ്റീവ് സൈൻ യൂസ് ചെയ്തതിന്റെ കാര്യം എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ഈച്ച് എലമെന്റ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഓരോ ഡിസിൻറ്റഗ്രേഷൻ കഴിയുമ്പോഴും അവിടുത്തെ കോൺസെൻട്രേഷൻ കുറയാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ആ ഒരു നെഗറ്റീവ് സൈൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു റേറ്റ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? The rate of disappearing elements depends upon the number of atoms pretended at that time. ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്ര ആറ്റംസ് ആണ് അവിടെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയത് ആ ഒരു നമ്പർ ഓഫ് ആറ്റംസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവിടെ പെർസിസ്റ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ആറ്റംസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇപ്പോ A എന്ന് പറയുന്ന ആറ്റം 100
100 ഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക. അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് 90 ഗ്രാം ആയിട്ട് മാറി. പിന്നെ ആ ഒരു റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഈ 90 എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ നമ്പറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത്രയും നമ്പർ ഓഫ് ആറ്റംസ് അവിടെ ഉണ്ട്. പിന്നീട് ഡീകേ ചെയ്യുന്നത് ആരാണ്? ഈ 90 നമ്പർ ഓഫ് ആറ്റംസ് ആണ്. അതുകൊണ്ട് റേറ്റ് ഓഫ് ഡിസപ്പിയറിംഗ് എലമെന്റ്സ് അഥവാ റേറ്റ് ഓഫ് ഡീക്കേയിങ് എലമെന്റ്സ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആറ്റംസ് പ്രിറ്റൻഡഡ് അറ്റ് ദാറ്റ് ടൈം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. അപ്പൊ -DNA/dt is proportional to Na. അപ്പൊ നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ടു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡീകേ കോൺസ്റ്റന്റ് വെച്ചിട്ട് ഇൻഡു ചെയ്തു. ആ ഡീകേ കോൺസ്റ്റന്റ് ആണ് നമ്മുടെ ലാംഡ എ എന്ന് പറയുന്നത്. ഡീകേ കോൺസ്റ്റന്റ് ആണ്. വേർ ലാംഡ എ ഇസ് ദ ഡീകേ കോൺസ്റ്റന്റ് ഓർ ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ വിളിക്കും. എന്നാണ് -DNA/dt എന്തായിട്ട് മാറിയത്? -DNA/dt is equal to disintegration constant of A into number of atoms after time t seconds. അതാണ് Na. ഇതേപോലെ നമ്മൾ ബിയുടെയും സിയുടെയും ഡിയുടെയും ഒന്ന് എഴുതിക്കേ. നിങ്ങൾ തനിയെ ഒന്ന് എഴുതി നോക്കിക്കേ. എ ആറ്റം ബി ആയിട്ട് മാറി, ബി ആറ്റം സി ആയിട്ട് മാറി, സി ആറ്റം ഡി ആയിട്ട് മാറുന്നു. അങ്ങനെ അത് എക്സ്റ്റെൻഡ് ടിൽ ഒരു സ്റ്റേബിൾ ന്യൂക്ലിയായി ഫോം ചെയ്യുന്നവരെ. അപ്പൊ ഇതിന്റെ എല്ലാം റേറ്റ് ഇക്വേഷൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -dNB/dt is equal to lambda b into NB. ഇതേപോലെ സിയുടെ കേസ് വരുമ്പോൾ എന്തായിരിക്കും? -dNC/dt is equal to lambda c NC. ഇതേപോലെ ഡിയുടെ വരുമ്പോൾ -dND/dt is equal to lambda d ND. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നിന്റെ ഇക്വേഷൻസ് എഴുതുന്നത്. ഈ ഒരു കേസിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? lambda b NB is equal to lambda c NC is equal to lambda d ND equal to lambda a Na എന്ന് എഴുതാനായിട്ട് പറ്റില്ലേ? ഫ്രം ദിസ് ഇക്വേഷൻ നമ്മൾ എന്തായിട്ടാണ് എഴുതുന്നത്? നോക്കുക. lambda a Na is equal to lambda b NB is equal to lambda c NC is equal to lambda d ND എന്ന് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നിന്നും എഴുതി. ഇതുവരെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഫ്രം ദാറ്റ് ഇക്വേഷൻ നമ്മൾ എന്താ എഴുതാ? ഇപ്പൊ രണ്ടെണ്ണത്തിന്റെ നോക്കുക. എയും ബിയും ആണ് നമ്മൾ എടുക്കുന്നെങ്കിൽ Na/NB is equal to lambda b/lambda a. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? Na/NB is equal to, നിങ്ങൾ ജസ്റ്റ് അതൊന്ന് റിവേഴ്സ് ചെയ്ത് എഴുതി നോക്കുക. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നത്? ലാംഡ എ Na is equal to lambda b NB. ഇതായിരുന്നില്ലേ നമ്മുടെ ഇക്വേഷൻ? ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എങ്ങനെ ഇവിടെ എത്തി? ഈ ഒരു ലാംഡ എനെ നമ്മൾ എന്ത് ചെയ്യുക? ഈ കാണുന്ന ഈ ഒരു ലാംഡ എനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പൊ എന്താ സംഭവിക്കുക? എന്നെ ഇവിടെ നിർത്തി, എന്നെ അവിടെ നിന്നു ഈക്വൽ ടു ലാംഡ ബി ഇവിടെയാണ്. ഈ ഒരു ലാംഡ എനെ നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡഡ് ബൈ ലാംഡ എ. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ NB എന്ത് ചെയ്തു? ഇപ്പുറത്തേക്ക് വന്ന് ഡിവൈഡഡ് ബൈ NB. ഈ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എങ്ങനെയാണ് എഴുതിയത് മനസ്സിലായോ? ജസ്റ്റ് നമ്മളൊന്ന് ക്രോസ് ചെയ്തിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ Na/NB is equal to lambda b/lambda a എന്ന് നമുക്ക് കിട്ടി അല്ലേ? അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? T½ of A is equal to T½ of B. എന്താണ് T½ ഈ ഇക്വേഷൻ നമുക്കറിയാം. ലാംഡ എങ്ങനെ എഴുതുക? lambda a/lambda b is equal to T½ of B divided by T½ of A. അതിവിടെ നേരെ റിവേഴ്സ് ആയിട്ട് എഴുതിയേ ഉള്ളൂ. എന്താണ് T½ മിസ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് T½ ഹാഫ് ലൈഫ് പീരിയഡ് ആണ്. എന്താണ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹാഫ് ലൈഫ് പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 100 ഗ്രാം ന്യൂക്ലിയൈ അഥവാ ആറ്റംസ് ഉണ്ടെങ്കിൽ അതിന്റെ പകുതി, അതായത് 50 ഗ്രാം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ഹാഫ് ലൈഫ് അഥവാ T½ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? 100 ഗ്രാം സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിൽ 50 ഗ്രാം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് T½ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവോ? Na/NB is equal to lambda b/lambda a, that is equal to T½ into T½ of A divided by T½ of B. മനസ്സിലായില്ലേ?
ആ ഒരു ടോപ്പിക് നമ്മൾ എന്താണ് റേഡിയോ ആക്റ്റീവ് ഇക്വിലിബ്രിയം എന്ന് പഠിച്ചു. അതിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് റേഡിയോ ആക്റ്റീവ് ഇക്വിലിബ്രിയം തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സെക്യുലാർ ഇക്വിലിബ്രിയം, അതേപോലെ ട്രാൻസിയന്റ് ഇക്വിലിബ്രിയം. അങ്ങനെ രണ്ടെണ്ണാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റത്തെ നമുക്ക് സെക്യുലാർ ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ആ ഇക്വേഷൻ ഒന്ന് നോക്കുക. എന്താണ്? യുറേനിയം 238 ആൽഫ ഡീകെ സംഭവിച്ച് തോറിയം 234 ആയിട്ട് മാറുന്നു. ഈ ഒരു സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇവിടെ ബീറ്റ എമിഷൻ ആണ് നടന്നത്. ഇപ്പൊ യുറേനിയം ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്ത് തോറിയായിട്ട് മാറി, തോറിയം ബീറ്റ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്തിട്ട് വേറൊരു ആറ്റം ഓർ ന്യൂക്ലിയ ആയിട്ട് മാറി. അപ്പൊ ഇവിടുത്തെ ഹാഫ് ലൈഫ് ശ്രദ്ധിച്ചോ? ഇവിടുത്തെ ടി ഹാഫ് എന്താണ്? ഈ യുറേനിയം ആണ് നമ്മുടെ പാരന്റ് ആറ്റം അഥവാ പാരന്റ് ന്യൂക്ലിയൈ. തോറിയം നമ്മുടെ പ്രോഡക്റ്റ് ആണ് അല്ലെ? യുറാനിയം ഡിസിന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ തോറിയം ഉണ്ടായത്. യുറാനിയത്തിന് ആൽഫ ഡീകെ സംഭവിച്ചാണ് തോറിയം ഉണ്ടായത്. അപ്പൊ ഇവിടെ നമ്മുടെ പാരന്റ് എന്ന് പറയുന്നത് യുറാനിയോ, ഡോട്ടർ എന്ന് പറയുന്നത് നമ്മുടെ തോറിയോ ആണ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് തോറിയാണ്. അപ്പൊ യുറാനിയം തോറിയം ആവാൻ എത്ര സമയം എടുത്തു? ടി ഹാഫ് എത്രയാണ്? 4.5 × 10⁹ ഇയേഴ്സ് ആണ് എടുത്തിട്ടുള്ളത് അല്ലേ? ഇനി ഈ ഒരു പ്രോഡക്റ്റ് വേറൊരു ന്യൂക്ലിയ ആയിട്ട് മാറാൻ, അതായത് ബീറ്റ ഡീകെ സംഭവിച്ച് വേറൊരു ന്യൂക്ലിയ ആയിട്ട് മാറാൻ 24.1 ഡേയ്സ് ആണ് എടുത്തത്. അപ്പൊ ഇവിടുത്തെ ഹാഫ് ലൈഫ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? പാരന്റ് ആറ്റം ഡോട്ടർ ആറ്റം ആയിട്ട് മാറാൻ ടി ഹാഫ് എത്രയാണ്? ഇയേഴ്സിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ആ ഒരു പ്രോഡക്റ്റ് വേറൊരു ന്യൂക്ലിയ ആവാനായിട്ട് ഡേയ്സ് മതി. രണ്ടിനെയും ടി ഹാഫ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ ഒരു ടൈപ്പിലുള്ളതിനെയാണ്, ഈ ഒരു ടൈപ്പ് ഇക്വിലിബ്രിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്യുലാർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, ഇൻ ദിസ് ടൈപ്പ് ദ ഹാഫ് ലൈഫ് ഓഫ് പാരന്റ് ഈസ് മെനി ടൈംസ് ഗ്രേറ്റർ ദാൻ ഡോട്ടർ ബൈ ഫ്രാക്ഷൻ ഓഫ് 10⁴ ഓർ മോർ ഇയേഴ്സ്. മനസ്സിലായോ? നമ്മുടെ പാരന്റ് ആറ്റത്തിന്റെ ഹാഫ് ലൈഫ് പീരിയഡ് ഡോട്ടറിന്റെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 10⁴ ടൈംസ് ഗ്രേറ്റർ ആണ്. അങ്ങനെയുള്ള റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിനെയാണ് നമ്മൾ സെക്യുലാർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ അവിടെ. ഇനി അതിന്റെ ഡീകെ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഡീകെ ഇക്വേഷൻ ഒന്ന് നോക്കാം. NB = λA divided by λB into N0A into e raised to minus λA into T. ഇവിടെ NB എന്ന് പറയുന്നത് എന്താണ്? എത്ര നമ്പർ ഓഫ് ആറ്റംസ് ബി ആണ് ഉണ്ടായത്? ബി എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് ആണ് അല്ലെ? A gives B എന്നുള്ള ആ ഒരു ഇക്വേഷനില് എന്താണ്? A gives B എന്ന് പറയുന്ന ഒരു ഇക്വേഷനിൽ എടുക്കുകയാണെങ്കിൽ NB എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ബി ആണ്. ലാംഡ എന്ന് പറയുന്നത് ഡീകെ കോൺസ്റ്റന്റ് ഓഫ് എ ആണ്. ലാംഡ ബി എന്ന് പറയുന്നത് ഡീകെ കോൺസ്റ്റന്റ് ഓഫ് ബി ആണ്. ടി എന്ന് പറയുന്നത് ടൈം ആണെന്ന് നമുക്കറിയാം. N0A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ ആയിട്ട് നമുക്ക് എടുക്കാം. അതായത് NB ഓർ NA എന്ന് പറയുന്നത് എന്താണ്? ആഫ്റ്റർ എ ടൈം T സെക്കൻഡ്സ് അവിടെ ഉണ്ടായിട്ടുള്ള നമ്പർ ഓഫ് ആറ്റംസ് ആണ്. അപ്പൊ നമ്മൾ ഇനീഷ്യലി റിയാക്ഷൻ തുടങ്ങുന്ന ടൈമിലുള്ളതാണ് N0A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ കാണാതെ പഠിക്കണം. NB = λA divided by λB into N0A e raised to minus λA into T ആണ് ഇക്വേഷൻ. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, പഠിക്കുക. NB = λA divided by λB into N0A e raised to minus λA into T. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം, ട്രാൻസിയന്റ് ഇക്വിലിബ്രിയം. എന്തായിരിക്കും ട്രാൻസിയന്റ് ഇക്വിലിബ്രിയം? ഇവിടെ തന്നിരിക്കുന്ന ആ റിയാക്ഷൻ നോക്കിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. എന്താണ് ട്രാൻസിയന്റ് ഇക്വിലിബ്രിയം? അതെ, കറക്റ്റ് ആണ്. എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചത്? എന്തായിരുന്നു? സെക്യുലാർ ഇക്വിലിബ്രിയം ആണ്. അതെന്തായിരുന്നു? പാരന്റ് ആറ്റം ഡോട്ടർ ആറ്റം ആയിട്ട് മാറാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അതേപോലെ ഡോട്ടർ ആറ്റം വേറെ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈമേ എടുക്കുന്നുള്ളൂ. ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 10⁴ ഓർ മോർ ഇയേഴ്സ് ആണ് വ്യത്യാസം വന്നിട്ടുള്ളത്. പാരന്റ് ഡോട്ടർ ആവാൻ എടുത്തത് ഇയേഴ്സ് ആണെങ്കിൽ ഡോട്ടർ ഒരു സ്റ്റേബിൾ ന്യൂക്ലിയായി മാറാൻ വേണ്ടിയിട്ട് ഡേയ്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്.
ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് തോറിയാണ് നമ്മുടെ പാരന്റ് ആറ്റം. ആ തോറിയം ബീറ്റ ഡികെ സംഭവിച്ചിട്ട് എന്തായിട്ട് മാറി? പ്രോ ആക്ടീനിയം ആയിട്ട് മാറി. അതങ്ങനെ ഡിസിന്റഗ്രേഷൻ സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോകുകയാണ്. അപ്പോ അവിടുത്തെ ടി ഹാഫ് എന്ന് പറയുന്നത് തോറിയം ടു പ്രോ ആക്ടീനിയം എന്താണ് 24.1 ഡേയ്സ് ആണ് എടുത്തെങ്കിൽ പ്രോ ആക്ടീനിയം വേറൊരു സ്റ്റേബിൾ ന്യൂക്ലിയൈ ആവാൻ വേണ്ടിയിട്ട് 1.18 മിനിറ്റ് ആണ്. മിനിറ്റും ഡേയ്സും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതിനെ ട്രാൻസിയന്റ് ഇക്വിലിബ്രിയത്തിൽ ഉൾപ്പെടുത്താം. അവിടെ ഒരു സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ഡിഫറൻസേ ഉള്ളൂ. ഇയേഴ്സും ഡേയ്സും തമ്മിലുള്ള വ്യത്യാസമല്ല, ഇവിടെ മിനിറ്റും ഡേയ്സും തമ്മിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇങ്ങനെയുള്ള റിയാക്ഷൻസിന്റെ ഇക്വിലിബ്രിയത്തിനെയാണ് നമ്മൾ ട്രാൻസിയന്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അവിടെ എഴുതിയ അതേപോലെ ഇക്വേഷൻ നമുക്ക് ഇവിടെയുണ്ട്. ഇവിടെ എന്താണ് വ്യത്യാസം വന്നിട്ടുള്ളത്? ND is equal to lambda A divided by lambda A minus lambda B into N0A e raised to minus lambda A into T. ആകെ നമുക്ക് വ്യത്യാസം വന്നിട്ടുള്ളത് എവിടെയാണ്? ഈ ഒരു ഡിനോമിനേറ്ററിൽ മാത്രമാണ് നമുക്ക് വ്യത്യാസം വന്നിട്ടുള്ളത്. അവിടെ എന്തായിരുന്നു? ലാംഡ എ ഡിവൈഡഡ് ബൈ ലാംഡ ബി ആയിരുന്നു. ഇവിടെ വന്നപ്പോ അതെന്തായി? ലാംഡ എ ഡിവൈഡഡ് ബൈ ലാംഡ എ മൈനസ് ലാംഡ ബി ആയിട്ട് മാറി. ആകെ ഒരു ചേഞ്ച് വന്നത് ഈ ഒരു കാര്യത്തിൽ മാത്രമാണ്. അപ്പൊ സെക്യുലാർ ഇക്വിലിബ്രിയത്തിന്റെയും ട്രാൻസിയന്റ് ഇക്വിലിബ്രിയത്തിന്റെയും ഇക്വേഷൻ കാണാതെ പഠിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. അതേപോലെ ഇതിലെ ലാംഡ എ അല്ലെങ്കിൽ N0A എന്താണ്? ഈ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൽ N0A എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കാം. എന്തൊക്കെ ഓപ്ഷൻസ് തരാം? ആഫ്റ്റർ എ ടൈം T സെക്കൻഡ്സ് തരാം, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തരാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ആഫ്റ്റർ ഡിസിന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് തരാം, നൺ ഓഫ് ദി എബവും തരാം. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ N0A എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതേപോലെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കാം. ഇപ്പൊ ട്രാൻസിയന്റ് ഇക്വിലിബ്രിയോ അതേപോലെ സെക്യുലാർ ഇക്വിലിബ്രിയം ഒന്ന് നോക്കി വെക്കുക. രണ്ടിന്റെ ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കുക. ഫ്രാക്ഷൻ ഓഫ് ഡിഫറൻസിൽ ഒരുപാട് വ്യത്യാസം വരുന്നതാണെങ്കിൽ ടി ഹാഫ് പാരന്റ് ന്യൂക്ലിയൈ ടു ഡോട്ടർ ന്യൂക്ലിയയും ഡോട്ടർ ടു സ്റ്റേബിൾ ന്യൂക്ലിയയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെയാണ് സെക്യുലാർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ഡിഫറൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസിയന്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. അപ്പൊ ഇത്രയാണ് ഇവിടുത്തെ കാര്യം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ന്യൂക്ലിയർ റിയാക്ഷൻസ് ആണ്. എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ന്യൂക്ലിയർ റിയാക്ഷൻസ്. എന്തൊക്കെയാണ് ന്യൂക്ലിയർ റിയാക്ഷൻസ്? എന്താണ് ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ ഫിഷനും ഫ്യൂഷനും ഒക്കെ പഠിക്കുന്നതല്ലേ. അപ്പൊ എന്താണ് ജനറലി നമ്മൾ റിയാക്ഷൻ ആണ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് റിയാക്ഷൻ? അത് തന്നെ, ഒരു വലിയ ആറ്റത്തിനെ നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പൊ ന്യൂട്രോണോ പ്രോട്ടോണോ ഒക്കെ വെച്ച് നമ്മൾ അതിനെ ബൊമ്പാർഡ് ചെയ്യുകയാണെങ്കിൽ അത് ലൈറ്റർ ന്യൂക്ലിയർ ആയിട്ട് മാറും. പറഞ്ഞത് കറക്റ്റ് ആണ്, ബൊമ്പാർഡ്മെന്റ് ആണ്. അതായത് ഒരു ടാർഗറ്റ് ന്യൂക്ലിയസിന്, ഇപ്പൊ നമ്മളൊരു ന്യൂക്ലിയസിന് നമ്മുടെ ടാർഗറ്റ് ആയിട്ട് വെച്ചു. ആ ടാർഗറ്റ് ന്യൂക്ലിയനെ ഞാൻ എന്തെങ്കിലും ഇപ്പൊ ഒരു പ്രോട്ടോണോ ന്യൂട്രോണോ വെച്ച് ബൊമ്പാർഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ടാർഗറ്റ് ന്യൂക്ലിയായി മാറി ടാർഗറ്റ് ന്യൂക്ലിയൈ പ്രോഡക്റ്റ് ന്യൂക്ലിയയും അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു എമിഷനും ഉണ്ടാവും. അതാണ് നമ്മൾ ആൽഫ ഡി കെ ബീറ്റ ഡി കെ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. ഇതിൽ ആൽഫ എമിഷൻ ആവാം, ബീറ്റ എമിഷൻ ആവാം, ഗാമ റേഡിയേഷൻ എമിഷൻ സെക്കൻഡറി ആയിട്ടും വരാം. അപ്പൊ അതാണ് ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡെഫിനിഷൻ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒരു ടാർഗറ്റ് ആറ്റം ഏതെങ്കിലും ഒരു പ്രോജക്റ്റൈൽ നമ്മൾ അതിനെ ബൊമ്പാർഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു സബ്സ്റ്റൻസിന്റെ പേരാണ് പ്രോജക്റ്റൈൽ. ആ പ്രോജക്റ്റൈൽ വെച്ച് ആവശ്യത്തിന് എനർജിയും കൂടെ ഉണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? അതിന്റെ പ്രോഡക്റ്റ് ന്യൂക്ലിയൈ ആയിട്ട് മാറും. ഇതാണ് റിയാക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എക്സ് എന്ന് പറയുന്ന ടാർഗറ്റ് ന്യൂക്ലിയൈക്ക് ആറ്റോമിക് മാസും ആറ്റോമിക് നമ്പറും ഉണ്ട്. അതിന് നമ്മൾ എ എന്ന് പറയുന്ന പ്രൊജക്റ്റൈൽ ആയിട്ട് ബൊമ്പാർഡ് ചെയ്യുമ്പോൾ എക്സ് എന്തായിട്ട് മാറുന്നു? വൈ ആയിട്ട് മാറുന്നു. വൈയുടെ കൂടെ ആരും കൂടെ പുറത്തേക്ക് വരുന്നു? ബി ആണ് നമ്മുടെ ഇജക്റ്റൈൽ. ഇജക്ട് ചെയ്യുന്നതിനെയാണ് ഇജക്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ പ്രോഡക്റ്റും ഇജക്റ്റൈലും ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഇത് ചോദിക്കാം. ഇങ്ങനെ ഒരു ജനറൽ റിയാക്ഷൻ തന്നിട്ട് എ എന്താണ്, അല്ലെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? പ്രോജക്റ്റൈൽ, ടാർഗറ്റ് ന്യൂക്ലിയൈ, ഇജക്റ്റൈൽ, പ്രോഡക്റ്റ് ന്യൂക്ലിയസ്, ഇതെല്ലാം പഠിച്ചു വെച്ചിരിക്കണം. നമുക്കത് അറിയണം. ഒരു ടാർഗറ്റ് ന്യൂക്ലിയസ് ഉണ്ടാവും. ആ ടാർഗറ്റ് ന്യൂക്ലിയസിനെ നമ്മൾ ഒരു പ്രോജക്റ്റൈൽ വെച്ച് ബൊമ്പാർഡ് ചെയ്യുക. പ്രൊജക്റ്റൈൽ വെച്ച് ബൊമ്പാർഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുന്നേ? പറഞ്ഞേ. നമുക്കൊരു പ്രോഡക്റ്റ് ന്യൂക്ലിയയും അതിന്റെ കൂടെ ഒരു ഇജക്റ്റൈലും കൂടെ കിട്ടുന്നു. ഇനി നമുക്ക് എന്തൊക്കെ പ്രൊജക്റ്റൈൽ ആയിട്ട് യൂസ് ചെയ്യാം? ആൽഫ പാർട്ടിക്കിൾ യൂസ് ചെയ്യാം, പ്രോട്ടോൺസ് യൂസ് ചെയ്യാം, ന്യൂട്രോൺസ് യൂസ് ചെയ്യാം, ഗാമ റേസ് യൂസ് ചെയ്യാം, ഡ്യൂട്രോൺസും
യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇജക്ടൈൽ എന്തൊക്കെയാവാം? ആൽഫ പാർട്ടിക്കിൾ ആവാം, ബീറ്റ എമിഷൻ ആവാം, ഗാമ റേഡിയേഷൻ എമിഷൻ ആവാം. മനസ്സിലായോ? ഇപ്പൊ പ്രൊജക്ടൈൽ എന്താ, ഇജക്ടൈൽ എന്താന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഈ രണ്ടെണ്ണാണ് എപ്പോഴും ചോദിക്കുന്നത്. ടാർഗറ്റ് ന്യൂക്ലിയയും പ്രോഡക്റ്റ് ന്യൂക്ലിയസും നമുക്കറിയാലോ. പ്രൊജക്ടൈലും ഇജക്ടൈലും മാറിപ്പോവാതിരിക്കുക. പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണോ ബൊമ്പാർഡ് ചെയ്യുന്നത് അതിനെയാണ് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ഇജക്ടൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമിറ്റ് ചെയ്യുന്നത് എന്താണോ അതിനെയാണ് ഇജക്ടൈൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു റിയാക്ഷന് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു റിയാക്ഷൻ എഴുതിയിട്ടുണ്ട്. ഈ ഒരു റിയാക്ഷൻ നമുക്ക് എഴുതാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനൊരു ഷോർട്ട് ഫോമിൽ എഴുതും. അങ്ങനെ ഷോർട്ട് ഫോമിൽ എഴുതിയിട്ടുള്ള രീതിനെയാണ് ബെറ്റ്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഈ ബെറ്റ് നൊട്ടേഷൻ ചിലപ്പോൾ ചോദിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ബെറ്റ് നൊട്ടേഷൻ എന്താ പറയുന്നത്? ഈ എക്സ് നമ്മുടെ ടാർഗറ്റ് ന്യൂക്ലിയയാണ്. ആ ടാർഗറ്റ് ന്യൂക്ലിയന്റെ അറ്റോമിക് മാസും ആറ്റോമിക് നമ്പറും എഴുതുക. എന്നിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ ആരെ കൊടുക്കണം? നമ്മുടെ പ്രൊജക്ടൈലിനെയും ഇജക്ടൈലിനെയും കൊടുക്കുക. ആദ്യം പ്രൊജക്ടൈൽ എഴുതുക, കോമ ഇട്ടിട്ട് ഇജക്ടൈൽ എഴുതുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ന്യൂക്ലിയൈ വിത്ത് ആറ്റോമിക് നമ്പർ ആൻഡ് ആറ്റോമിക് മാസ്. ഇങ്ങനെ എഴുതുന്ന ഈ ഷോർട്ട് ആയിട്ട് നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻ എഴുതുന്നതിനെയാണ് ബെറ്റ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു 3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു 3 എക്സാമ്പിളിന്റെ ഒരെണ്ണം ഞാൻ എഴുതി കാണിക്കാം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന്. ജസ്റ്റ് റിയാക്ഷൻ ആയിട്ട് തന്നെ എഴുതാം. Cl35 ബ്രാക്കറ്റിൽ ന്യൂട്രോൺ കോമ പ്രോട്ടോൺ. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രോണും P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണും ആണ്. എന്തായിട്ട് മാറുന്നത്? സൾഫർ ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? Cl പ്ലസ് ഇവിടെ ആരാണ് നമ്മുടെ ഇജക്ടൈല്? ന്യൂട്രോൺ. എന്തായിട്ട് മാറുന്നു? നമ്മുടെ സൾഫർ ആയിട്ട് മാറുന്നു. പ്ലസ് ഇജക്ടൈൽ അവിടെ എന്താണ്? പ്രോട്ടോൺ ആണ് ഇജക്ടൈൽ ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് റിയാക്ഷൻസ് എഴുതേണ്ടത്. വിത്ത് ആറ്റോമിക് നമ്പറും മാസും കൂടെ എഴുതി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയി. ഇങ്ങനെയാണ് നമ്മളൊരു ബെറ്റ് നൊട്ടേഷൻ എഴുതുന്നത്. ഈ റിയാക്ഷൻ തന്ന അതിന്റെ ബെറ്റ് നൊട്ടേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ബെറ്റ് നൊട്ടേഷൻ തന്നിട്ട് അതിന്റെ റിയാക്ഷൻ എഴുതാനും പറയാം. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ 2 എക്സാമ്പിൾസും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ 2 എക്സാമ്പിൾസും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഏതിന്റെയൊക്കെയാ കൊടുത്തിട്ടുള്ളത്? സോഡിയം 23 സോഡിയം 24 ആയിട്ട് മാറുന്നത് കൊടുത്തിട്ടുണ്ട്. കോപ്പർ 63 സോഡിയം 24 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ P3N9 ആൽഫ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താണ്? ഇജക്ടൈൽസ് എന്ന് പറയുന്നത് ഒരു സാധനം മാത്രമല്ല. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതിൽ പ്രോട്ടോൺ മാത്രമാണ് ഇജക്റ്റ് ആയി പോകുന്നത്. ഇവിടെ 3 പ്രോട്ടോൺസും 9 ന്യൂട്രോൺസും ഒരു ആൽഫ പാർട്ടിക്കിളും ആണ് ഇജക്റ്റ് ആയിട്ട് പോകുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. 1 or more ejectiles can be represented in the Bethe notation. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പൊ എന്താണ് ന്യൂക്ലിയർ റിയാക്ഷൻസ് പഠിച്ചു, ആ ന്യൂക്ലിയർ റിയാക്ഷൻ എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു. അതിൽ തന്നെ നമ്മൾ ബെത്ത് നൊട്ടേഷനും പഠിച്ചു. ഇനി നമുക്ക് ന്യൂക്ലിയർ റിയാക്ഷന്റെ ടൈപ്സ് പഠിക്കാം. നമുക്കൊരു 3-4 ടൈപ്പ് ന്യൂക്ലിയർ റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. അപ്പൊ ആ ന്യൂക്ലിയർ റിയാക്ഷൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഡയറക്റ്റ് ന്യൂക്ലിയർ റിയാക്ഷൻ ആണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. ഇപ്പൊ ഡയറക്റ്റ് ന്യൂക്ലിയർ റിയാക്ഷനിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പിക്കപ്പ് ഡയറക്റ്റ് റിയാക്ഷൻസ് ഉണ്ട്, ഒന്ന് സ്ട്രിപ്പിംഗ് ഡയറക്റ്റ് റിയാക്ഷൻസും ഉണ്ട്. എന്താണ് പിക്കപ്പ് ഡയറക്റ്റ് റിയാക്ഷനും സ്ട്രിപ്പിംഗ് ഡയറക്റ്റ് റിയാക്ഷനും? ആദ്യം നമുക്ക് പിക്കപ്പ് ഡയറക്റ്റ് റിയാക്ഷൻ എന്താന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. ഹൈഡ്രജൻ ആണ്, പ്രോട്ടീൻ ആണ് അല്ലെ? അതിന്റെ ഐസോടോപ്പ് വന്നിട്ട് പ്രോട്ടീൻ ആണ്, മാസ് നമ്പർ 1 ആണ്. ഇപ്പൊ പ്രോട്ടിയം ആരുമായിട്ടാ ബൊമ്പാർഡ് ചെയ്യുന്നത്? നമ്മുടെ പൊട്ടാസ്യം ആയിട്ട് ബൊമ്പാർഡ് ചെയ്യാണ്. പൊട്ടാസ്യം ആയിട്ട് ബൊമ്പാർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? പൊട്ടാസ്യം തന്നെ കിട്ടി. പൊട്ടാസ്യത്തിന്റെ ഐസോടോപ്പ് ആണ് നമുക്ക് കിട്ടി, 39 ആണ് കിട്ടിയിട്ടുള്ളത്. പ്ലസ് അവിടെ ഹൈഡ്രജൻ ആണോ? അതിന്റെ മാസ് നമ്പർ എത്രയാ കൊടുത്തിരിക്കുന്നത്? അതെ, 2 ആണ്. 2 ആണെങ്കിൽ അതെന്താണ്? ഡ്യൂട്ടീരിയം ആണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? പൊട്ടാസ്യം 40 മാസ് നമ്പർ ആയിട്ടുള്ളതിന് ഒരു ഹൈഡ്രജൻ അല്ലെങ്കിൽ പ്രോട്ടിയം വെച്ച് നമ്മൾ അതിനെ ബൊമ്പാർഡ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 39 അറ്റോമിക് മാസ് ഉള്ള പൊട്ടാസ്യം പ്ലസ് ഡ്യൂട്ടീരിയം കിട്ടി. അപ്പൊ അവിടെ എന്താണ് എമിറ്റ് ആയത്? എന്തിനെയാണ് അവിടുന്ന് പുൾ ചെയ്തത്? എന്തിനായിരിക്കും? അവിടെ എന്തിലാ ചേഞ്ച് വന്നിട്ടില്ല? ആറ്റോമിക് നമ്പർ മാറിയിട്ടുണ്ടോ? ഇല്ല, രണ്ടും 19 ആണ്, സമ്മതിച്ചു. മാസ് നമ്പറിൽ ചേഞ്ച് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. 40 എന്നുള്ളത് 39 ആയി മാറിയിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവിച്ചത്? പ്രോട്ടോൺസിന്റെ നമ്പറിൽ ഡിഫറൻസ് വരുമോ? വരില്ല. പ്രോട്ടോൺസിന്റെ നമ്പറിൽ ഡിഫറൻസ് വന്നാണെങ്കിൽ ഒബ്വിയസ്ലി അവിടെ എന്ത് വരും? നമ്മുടെ അറ്റോമിക് നമ്പർ ചേഞ്ച് വരും. അപ്പൊ ഇവിടെ ആരുടെ എണ്ണത്തിലാണ് കുറവ് സംഭവിച്ചത്?
ന്യൂട്രോണിന്റെ എണ്ണത്തിലാണ് കുറവ് സംഭവിച്ചത്. ആ ഒരു ന്യൂട്രോണിന് ആരെടുത്തു? ആരെടുത്തു? ഡ്യൂട്ടീരിയം ആയിട്ട് മാറി. ഹൈഡ്രജൻ അതിനെ പുൾ ചെയ്ത് ഡ്യൂട്ടീരിയം ആയിട്ട് മാറി. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസിഡന്റ് പ്രൊജക്ടൈൽ പാർട്ടിക്കിള് ഒരു ടാർഗറ്റ് ന്യൂക്ലിയസ് ആയിട്ട് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ന്യൂക്ലിയോൺസിനെ പുൾ ചെയ്യും. ടാർഗറ്റ് ന്യൂക്ലിയസിലുള്ള, അതായത് നമ്മുടെ പ്രൊജക്ടൈല് ടാർഗറ്റ് ന്യൂക്ലിയസിന്റെ അകത്തുള്ള ന്യൂക്ലിയോൺസിനെ പുൾ ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് പിക്കപ്പ് ഡയറക്ട് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ന്യൂക്ലിയോൺസ് എന്താണ്? പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ്. അപ്പൊ ഇവിടെ ലോസ് വന്നത് എന്തിനാണ്? നമ്മുടെ ന്യൂട്രോൺസിനാണ് ലോസ് വന്നിട്ടുള്ളത്. ഈ ഒരു റിയാക്ഷനാണ് പിക്കപ്പ് ഡയറക്ട് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ സ്ട്രിപ്പിംഗ് ഡയറക്ട് റിയാക്ഷൻ എന്തായിരിക്കും? ഈ ഒരു റിയാക്ഷൻ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. എന്താണ് സ്ട്രിപ്പിംഗ് ഡയറക്ട് റിയാക്ഷൻ? എന്താ വ്യത്യാസമല്ലേ? പ്രൊജക്ടൈൽ മാറിയിട്ടുണ്ട്. അവിടെ പ്രോട്ടീൻ, ഇവിടെ ആരാണ്? ഡ്യൂട്ടീരിയം ആണ്. അപ്പൊ എന്താ സംഭവിച്ചേ? നമ്മുടെ കോപ്പർ 63 ആറ്റോമിക് മാസ് ഉള്ള കോപ്പറില് നമ്മൾ ഡ്യൂട്ടീരിയം വെച്ച് അതിനെ ബോംബാർഡ് ചെയ്ത സമയത്ത് ഈ നമ്മുടെ പ്രൊജക്ടൈലിലുള്ള ഒരു ന്യൂക്ലിയോണിനെ ആര് വലിച്ചെടുത്തു? ആര് പുൾ ചെയ്തു? നമ്മുടെ ടാർഗറ്റ് ന്യൂക്ലിയൈ പുൾ ചെയ്തു. എന്നിട്ട് ടാർഗറ്റ് ന്യൂക്ലിയൈ എന്തായിട്ട് മാറി? അതിന്റെ ഐസോടോപ്പ് ആയിട്ട് മാറി. കോപ്പർ 64 ആയിട്ട് മാറി. 63 ഉള്ളത് 64 ആയിട്ട് മാറി. നേരത്തെ നമ്മൾ പിക്കപ്പ് ഡയറക്റ്റ് പഠിച്ചു. പിക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എടുക്കുക. അപ്പൊ പ്രൊജക്ടൈൽ ന്യൂക്ലിയൈ ടാർഗറ്റ് ന്യൂക്ലിയസിന്റെ അകത്തുള്ള ന്യൂക്ലിയോൺസിനെ എടുത്തു. ഇവിടെ എന്താ? സ്ട്രിപ്പിംഗ് ഡയറക്ട് റിയാക്ഷൻ. നേരെ അതിന്റെ ഓപ്പോസിറ്റ്. ടാർഗറ്റ് ന്യൂക്ലിയൈ എന്ത് ചെയ്തു? പ്രൊജക്ടൈലിന്റെ അകത്തുള്ള ന്യൂക്ലിയോൺസിനെ എടുത്തു. എന്നിട്ട് ടാർഗറ്റ് ന്യൂക്ലിയസ് എന്തായിട്ട് മാറി? അതിന് ഒരു മാസ് നമ്പർ കൂടിയിട്ടുള്ള ഐസോടോപ്പ് ആയിട്ട് മാറി. കോപ്പർ 63 എന്നുള്ളത് കോപ്പർ 64 ആയിട്ട് മാറി. ഇവിടെ ഡ്യൂട്ടീരിയം വെച്ച് ബൊംബാർഡ് ചെയ്തു. നമുക്ക് അവിടെ കിട്ടിയത് പ്രോട്ടിയം ആണ് ഇജക്ടൈൽ ആയിട്ട്. പിക്കപ്പിൽ എന്തായിരുന്നു? നേരെ റിവേഴ്സ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ഇത് രണ്ടെണ്ണം അങ്ങനെ പഠിക്കുക. ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക, മറ്റേത് അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ഹെവി അയൺ ഇൻഡ്യൂസ്ഡ് ന്യൂക്ലിയർ റിയാക്ഷൻസ്. എന്തായിരിക്കും ഹെവി അയൺ ഇൻഡ്യൂസ്ഡ് ന്യൂക്ലിയർ റിയാക്ഷൻസ്? ഹെവി ആയിട്ടുള്ള അയോൺസ് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ന്യൂക്ലിയർ റിയാക്ഷൻസ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതാണ്. ഇപ്പൊ ഹെവി അയൺ എന്ന് ഉദ്ദേശിക്കുന്നത് മാസ് നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 ആയിട്ടുള്ളതെല്ലാം നമുക്ക് ഹെവി അയൺ ആണ്. ഇപ്പൊ മാസ് നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 അങ്ങനെയുള്ള ന്യൂക്ലിയസിനെ അല്ലെങ്കിൽ ആറ്റത്തിനെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയർ റിയാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെയാണ് ഹെവി അയൺ ഇൻഡ്യൂസ്ഡ് ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അലുമിനിയം. അലുമിനിയം ആണ് നമ്മുടെ ടാർഗറ്റ്. അപ്പൊ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യാൻ, ന്യൂക്ലിയർ റിയാക്ഷൻസ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെയാണ് എടുക്കുന്നത്? ആറ്റോമിക് മാസ് നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 ആയിട്ടുള്ള, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 അല്ലേ, നമ്മുടെ കാർബണിനെ എടുത്തു. അതാണ് നമ്മുടെ ഹെവി അയോൺ. കാർബണിനെ വെച്ച് നമ്മൾ അതിനെ ബൊംബാർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരെയാണ് കിട്ടുന്നത്? പൊട്ടാഷ്യം ആണ് അവിടെ ഫോം ചെയ്യുന്നത്. പൊട്ടാഷ്യം പ്ലസ് 2 ന്യൂട്രോൺസ് ആണ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഹെവി അയോൺസ് യൂസ് ചെയ്തിട്ടുള്ള ന്യൂക്ലിയർ റിയാക്ഷൻസിനെയാണ് ഹെവി അയൺ ഇൻഡ്യൂസ്ഡ് ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അവിടെ ഓർത്ത് വെക്കേണ്ട ആകെ ഒരു പോയിന്റ് ആണ്, എന്താണ് ഹെവി അയോൺസ്? ആറ്റോമിക് മാസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 ആയിട്ടുള്ള എല്ലാ ആറ്റംസും എന്താണ്? ഹെവി അയൺ ഇൻഡ്യൂസ്ഡ് ആണ് എന്ന് ഓർത്ത് വെക്കുക. നമുക്ക് അടുത്തത് എന്താണ്? ഫോട്ടോ ന്യൂക്ലിയർ റിയാക്ഷൻസ്. ഇത് കുറെ പേരൊക്കെ കേട്ടിട്ട് പരിചയമുള്ളതായിരിക്കും. ഫോട്ടോ ന്യൂക്ലിയർ റിയാക്ഷൻ. എന്താ ഫോട്ടോ ന്യൂക്ലിയർ റിയാക്ഷൻ? ഫോട്ടോ കെമിസ്ട്രി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. ഇപ്പൊ ഫോട്ടോ ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ശരിയാണ്, ഫോട്ടോൺസ് അബ്സോർബ് ചെയ്തിട്ട് നടക്കുന്ന ന്യൂക്ലിയർ റിയാക്ഷൻസ്. അപ്പൊ ഇവിടെ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഫോട്ടോ ഡിസിന്റഗ്രേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഫോട്ടോ ട്രാൻസ്മ്യൂട്ടേഷൻ എന്നും പറയാം. ഫോട്ടോ ന്യൂക്ലിയർ റിയാക്ഷന്റെ തന്നെ 2 പേരുകളാണ്, ഫോട്ടോ ഡിസിന്റഗ്രേഷനും ഫോട്ടോ ട്രാൻസ്മ്യൂട്ടേഷനും. ഒരു ന്യൂക്ലിയർ പ്രോസസ് ആണ്. അതിൽ ആറ്റോമിക് ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഹെവി എനർജിയിലുള്ള ഗാമ റേസിനെ അബ്സോർബ് ചെയ്യും. ഹെവി എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കാൻ പറ്റുമോ? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കണമെങ്കിൽ മിനിമം എനർജി മതി. ഇപ്പൊ ഒരു 10 ജൂൾ എനർജി മതി എന്ന് വിചാരിക്കുക ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കാൻ. അത് അബ്സോർബ് ചെയ്തത് ഒരു 30 ജൂൾ എനർജി ആണെങ്കിൽ മൊത്തം 40 ജൂളായി. ആ 40 ജൂൾ വെച്ചിട്ട് നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യും. അവിടെ തന്നെ എന്ത് ചെയ്യും?
എമിഷൻ നടക്കും, അല്ലെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡീകേ ചെയ്യാൻ തുടങ്ങും. ആ ഡീകേ ചെയ്യുന്നതിന്റെ കൂടെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യും. ഇൻകമിങ് ഗാമ റേസ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ്ലി നോക്സ് വൺ ഓർ മോർ ന്യൂട്രോൺസ്, പ്രോട്ടോൺസ് ഓർ ആൽഫ പാർട്ടിക്കിൾസ്. അതായത് വരുന്ന ഗാമ റേസ് എന്ത് ചെയ്യും? ന്യൂട്രോൺസിനെയോ പ്രോട്ടോൺസിനെയോ ആൽഫ പാർട്ടിക്കിൾസിനെയൊക്കെ എമിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇത് ലൈറ്റർ ദാൻ അയണിനെക്കാട്ടിലും ലൈറ്റർ ആണെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷനോ, അയണിനെക്കാട്ടിൽ ഹെവിയർ ആണെങ്കിൽ എക്സോതെർമിക് റിയാക്ഷനോ ആണ്. ആ 2 പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ഡ്യൂട്ടീരിയം എന്ത് ചെയ്യുന്നു? ഗാമ റേ ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? അത് അതിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഈ ഗാമ റേ എന്ത് ചെയ്യും? ഈ ഡ്യൂട്ടീരിയത്തിന്റെ അകത്തുള്ള പ്രോട്ടോണിനെ, ന്യൂട്രോൺസിനെ, ആൽഫ പാർട്ടിക്കിൾസിനെയൊക്കെ എമിറ്റ് ചെയ്യാനായിട്ടാണ് സഹായിക്കുന്നത്. അപ്പൊ ഡ്യൂട്ടീരിയത്തിലുള്ള ആകെ ഒരു എക്സ്ട്രാ ഉള്ളത് എന്താണ്? ഒരു ന്യൂട്രോൺ ആണ്. ആ ന്യൂട്രോണിനെ എമിറ്റ് ചെയ്ത് അത് പ്രോട്ടിയോ ആയിട്ട് മാറുന്നു. അതാണ് എന്തിനുള്ള എക്സാമ്പിൾ? ഫോട്ടോ ന്യൂക്ലിയർ റിയാക്ഷൻ അഥവാ ഫോട്ടോ ഡിസിന്റഗ്രേഷൻ അഥവാ ഫോട്ടോ ട്രാൻസ്മ്യൂട്ടേഷന് എക്സാമ്പിൾ. ഇനി നമ്മുടെ ലൈറ്റനിങ് എല്ലാവർക്കും അറിയാലോ. ആ ലൈറ്റനിങ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു നാച്ചുറലി ഒക്കറിങ് പ്രോസസ് ആണ് ലൈറ്റനിങ്. അപ്പൊ അതൊരു ഫോട്ടോ ന്യൂക്ലിയർ റിയാക്ഷൻ ആണ്. ആ ഒരു റിയാക്ഷന്റെ ഷോർട്ട് ആയിട്ടുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നൈട്രജൻ 14 ഗാമ റേ അബ്സോർബ് ചെയ്ത് ന്യൂട്രോണിനെ എമിറ്റ് ചെയ്ത് എന്തായിട്ട് മാറുന്നു? നൈട്രജൻ 13 ആയിട്ട് മാറുന്നു. അതാണ് ലൈറ്റനിങ്ങിൽ സംഭവിക്കുന്നത്. അപ്പൊ ഇതൊരു ഫോട്ടോ ന്യൂക്ലിയർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ എത്ര ടൈപ്പ് ന്യൂക്ലിയർ റിയാക്ഷൻസ് പഠിച്ചു? ഡയറക്റ്റ് പഠിച്ചു, ഹെവി അയൺ ഇൻഡ്യൂസ്ഡ് പഠിച്ചു, ഫോട്ടോ ന്യൂക്ലിയർ റിയാക്ഷൻസ് പഠിച്ചു. ഈ 3 റിയാക്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ ഡയറക്റ്റിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പിക്കപ്പ് ഡയറക്റ്റ് ന്യൂക്ലിയർ റിയാക്ഷൻസും സ്ട്രിപ്പിംഗ് ന്യൂക്ലിയർ റിയാക്ഷൻസും പഠിച്ചു. അപ്പൊ മൊത്തത്തില് ഒരു 4 റിയാക്ഷൻസ് ആണ് പഠിച്ചിട്ടുള്ളത്. 4 ടൈപ്പ് റിയാക്ഷൻസ് പഠിച്ചു. ഇനി ന്യൂട്രോൺ ക്യാപ്ചർ ക്രോസ് സെക്ഷൻ ആൻഡ് ക്രിട്ടിക്കൽ സൈസ്. എന്താണ് ന്യൂട്രോൺ ക്രോസ് സെക്ഷൻ? എന്താണ്? നമുക്കറിയാം, ടാർഗറ്റ് ന്യൂക്ലിയസില് നമ്മളൊരു ന്യൂട്രോൺസ് വെച്ച് ബൊമ്പാർഡ് ചെയ്തിട്ട് ഒരു പുതിയ ആറ്റം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഓരോ ന്യൂട്രോൺസിനും ഫിക്സഡ് ആയിട്ടുള്ള എനർജി ഉണ്ട്. അങ്ങനെ ഫിക്സഡ് ആയിട്ട് എനർജി ഉള്ള ഒരു ന്യൂട്രോണിന്റെ കേസിൽ അതിന് ഇന്ററാക്ഷൻ മെക്കാനിസം, ഇപ്പൊ ഓരോ ടാർഗറ്റ് ന്യൂക്ലിയർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ മെക്കാനിസം ഡിഫറെന്റ് ആയിരിക്കും. ആ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി പെർ യൂണിറ്റ് പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഫിക്സഡ് എനർജി ഉള്ള ന്യൂട്രോണിന് അതിന്റെ പ്രോബബിലിറ്റി പെർ യൂണിറ്റ് പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അത് ഓരോ ഇന്ററാക്ഷന്റെ കേസിൽ ഓരോരോ കോൺസ്റ്റന്റ് ആയിട്ടാണ് വരുന്നത്. സെയിം ആണെന്ന് പറഞ്ഞിട്ടില്ല. ഓരോ ഇന്ററാക്ഷൻ മെക്കാനിസത്തിലും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അതിന്റെ പ്രോബബിലിറ്റി ഓഫ് പാത്ത് ലെങ്ത് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി പെർ യൂണിറ്റ് പാത്ത് ലെങ്ത് അങ്ങനെയും പറയാം. ഈ ഒരു പ്രോബബിലിറ്റിനെയാണ് നമ്മൾ ക്രോസ് സെക്ഷന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. കൺവെൻഷനലി നമ്മൾ പ്രോബബിലിറ്റിനെ എന്തിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നു? ഈ ക്രോസ് സെക്ഷൻ സിഗ്മ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ സിഗ്മന്റെ ടേംസിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ഓരോ ടൈപ്പ് ഇന്ററാക്ഷനും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 10⁻⁻28 മീറ്റർ സ്ക്വയർ ആണ്. അതായത് നമ്മുടെ ന്യൂക്ലിയർ സ്പീഷീസും അതേപോലെ ടാർഗറ്റ് ന്യൂക്ലിയയും ഇൻസിഡന്റ് ചെയ്യുന്ന ആ ഒരു ന്യൂട്രോണും തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷനെ പറയുന്നതാണ് ന്യൂട്രോൺ ക്യാപ്ചർ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻസിഡന്റ് ന്യൂട്രോൺ ആൻഡ് ദ ടാർഗറ്റ് ന്യൂക്ലിയൈ ആണ് എന്ത്? ന്യൂട്രോൺ ക്യാപ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്, സ്മോൾ ലെറ്റർ സിഗ്മ. അതേപോലെ ഏരിയ എന്ന് പറയുന്ന അതിന്റെ യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഹാസ് യൂണിറ്റ് ഏരിയ 10⁻⁻28 മീറ്റർ സ്ക്വയർ ആണ്. ഇനി ഓരോന്നിനും ഓരോ ക്രോസ് സെക്ഷനും അതിന്റെ എനർജീന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ എനർജി കൂടുന്നതിനനുസരിച്ച് ഒരു ഗ്രാഫ് കാണിച്ചു തരാം. ആ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വൈ ആക്സിസിൽ നമ്മുടെ ക്രോസ് സെക്ഷനും എക്സ് ആക്സിസിൽ നമ്മുടെ എനർജിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ലോവർ എനർജിയിലാവുന്ന സമയത്ത് ഇവിടെ 3 ആറ്റത്തിന്റെ കേസ് കൊടുത്തിട്ടുണ്ട്. ഹീലിയം കൊടുത്തിട്ടുണ്ട്, ബോറോൺ കൊടുത്തിട്ടുണ്ട്, ലിഥിയം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് 3 എണ്ണത്തിനും ലോവർ എനർജിയിൽ വലിയ ഡീവിയേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എനർജി ഒരു മാക്സിമം ലെവൽ ആവുന്ന സമയത്ത് അത് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്.
ആ ഒരു ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ എന്താണ് ന്യൂട്രോൺ ക്യാപ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇന്ററാക്ഷൻസിൽ വരുന്ന ഡീവിയേഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ അത് അത്രയും സ്മൂത്ത് ആയിട്ടല്ല എനർജി കൂടുന്ന സമയത്ത് വരുന്നത്. അത് നമുക്കൊരു എനർജീന്റെ എന്തായിട്ട് പറയാം, ഫംഗ്ഷൻ ആയിട്ട് പറയാം. ഈ ന്യൂട്രോൺ ക്യാപ്ചർ എന്ന് പറയുന്നത് എനർജീന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയാം. കാരണം എനർജീനെ മാത്രമാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എനർജി കൂടുന്നതിനനുസരിച്ചിട്ട് അതിൽ വലിയൊരു ഡീവിയേഷൻ തന്നെ സംഭവിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ നോക്കുക, ഇതാ ഇവിടെ എത്തിയപ്പോ എന്താ സംഭവിച്ചത്? പെട്ടെന്ന് ഒരു ഇൻക്രീസ് ആണ് സംഭവിച്ചിട്ടുള്ളത് അല്ലെ? സോറി, ഹീലിയം, ബോറോൺ, ലിഥിയം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും താഴത്തുള്ളത് നമ്മുടെ ലിഥിയത്തിന്റെ ലൈനാണ്. ഇതാ ഇത് നമ്മുടെ ലിഥിയത്തിന്റെയാണ്. ആ ഒരു ലിഥിയം ഹൈ എനർജി സ്റ്റേറ്റിൽ എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹൈ എനർജി ആണെങ്കിൽ പെട്ടെന്നാണ് അതിന് ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നത് അല്ലെ? അപ്പൊ അത് എന്തിന്റെ മാത്രം ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാം? ന്യൂട്രോൺ ക്യാപ്ചർ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എനർജീന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയാൻ പറ്റും. ഇനി ഈ ഒരു ക്രോസ് സെക്ഷന് നമ്മള് നമ്പർ ഓഫ് ന്യൂക്ലിയൈ പെർ യൂണിറ്റ് വോളിയം, ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഉണ്ടോ ആ നമ്പർ ഓഫ് ന്യൂക്ലിയൈ ആയിട്ട് നമ്മുടെ ക്രോസ് സെക്ഷൻ സിഗ്മേനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്രോസ്കോപ്പിക് ക്രോസ് സെക്ഷൻ കിട്ടും. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ സിഗ്മ യൂസ് ചെയ്തിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ സിഗ്മ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂക്ലിയൈ പ്രസന്റ് പെർ യൂണിറ്റ് വോളിയം ഇൻറ്റു എന്ത് പറയാം, ക്രോസ് സെക്ഷൻ സിഗ്മ, ചെറിയ സിഗ്മ എന്ന് പറയാം. ഡയമെൻഷൻസ് ഓഫ് ഇൻവേഴ്സ് ലെങ്ത് ആണ്. ഇനി ഇതിന് ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്, അതെന്താണെന്നും കൂടെ നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് അടിച്ച് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ക്യാപ്ചർ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ക്രോസ് സെക്ഷന്റെ ടോട്ടൽ, മാക്രോസ്കോപ്പിക് ക്രോസ് സെക്ഷൻ ടോട്ടൽ ഈസ് ഈക്വൽ ടു, അത് സ്കാറ്റർ ചെയ്യുന്നതാവാം, അബ്സോർബ് ചെയ്യുന്നതാവാം, റേഡിയോ ആക്റ്റീവ് ക്യാപ്ചറിന്റെ ഒക്കെ ടോട്ടലിനെയാണ്, ഇതിന്റെ എല്ലാം സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാക്രോസ്കോപ്പിക് ക്രോസ് സെക്ഷന്റെ ടോട്ടൽ എന്ന് പറയുന്നത്. അല്ലാതെ സ്കാറ്ററിങ് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ റേഡിയോ ആക്റ്റീവ്, ന്യൂട്രോൺ ക്യാപ്ചർ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ഇത് എല്ലാത്തിന്റെയും കൂടെ സമ്മിനെയാണ് നമ്മൾ മാക്രോസ്കോപ്പിക് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ന്യൂട്രോൺസിന്റെ നമ്പർ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും അബ്സോർബർ തിക്നെസ് യൂസ് ചെയ്തിട്ട്. അതെങ്ങനെയാ? ഇന്റൻസിറ്റിന്റെ ടേംസിലാണ്. I ഡിവൈഡഡ് ബൈ I0 is equal to e raised to minus സിഗ്മ ടോട്ടൽ ഇൻറ്റു ടി. ഇതില് ഇന്റൻസിറ്റി ആണെന്ന് അറിയാം, ഒന്ന് ഇമിറ്റ് ചെയ്യുന്ന റേഡിയേഷന്റെ ഇന്റൻസിറ്റി, ഒന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന റേഡിയേഷന്റെ ഇന്റൻസിറ്റി, പിന്നെ സിഗ്മ ടോട്ടൽ എന്താണെന്നറിയാം, ടൈം ടി ആണെന്ന് അറിയാം. ഇതാണ് അതിന്റെ ആ ഒരു ഇക്വേഷൻ, നമ്പർ ഓഫ് ഡിറ്റക്റ്റഡ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണത്. ന്യൂട്രോൺ മീൻ ഫ്രീ പാത്ത് ലാംഡ ഈസ് ഗിവൺ ബൈ, എന്താണ്? ലാംഡ ഈസ് ഈക്വൽ ടു 1 / സിഗ്മ ടോട്ടൽ. അതാണ്, അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ന്യൂട്രോൺ മീൻ ഫ്രീ പാത്ത് ലാംഡ ഈസ് ഗിവൺ ബൈ 1 / സിഗ്മ ടോട്ടൽ എന്ന് നമുക്ക് കിട്ടും. ഇനി സോളിഡ് മെറ്റീരിയലിന്റെ കേസിൽ ലാംഡ ഫോർ സ്ലോ ന്യൂട്രോൺസ് ഈസ് ഓഫ് ഓർഡർ സെന്റിമീറ്റർ അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കും. പക്ഷെ ഫാസ്റ്റ് ന്യൂട്രോൺസിന്റെ കേസിൽ അത് ടെൻസ് ഓഫ് സെന്റിമീറ്റർ ആയിരിക്കും. സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അതാണ് സോളിഡ് മെറ്റീരിയലിന്റെ കേസിൽ സ്ലോ ന്യൂട്രോൺസും ഫാസ്റ്റ് ന്യൂട്രോൺസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ ലാസ്റ്റ് ടോപ്പിക് ആണ് ക്രിട്ടിക്കൽ സൈസ്. എന്താണ് ക്രിട്ടിക്കൽ സൈസ്? നമുക്കൊരു റിയാക്ഷൻ പോസിബിൾ ആവണമെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു എ എന്നുള്ളത് ബി ആയിട്ട് മാറുന്നു. ഈ എ എത്രത്തോളം ബി ആയിട്ട് മാറും? എക്ക് കംപ്ലീറ്റ് ആയിട്ട് ബി ആയിട്ട് മാറാം. 1 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബി ആയിട്ട് മാറണമെന്നില്ല. കാരണം അവിടെ എമിറ്റ് ചെയ്യാനായിട്ട് അതിനൊരു, ഇപ്പൊ നമുക്ക് പറയില്ലേ, ഒരു മിനിമം എനർജി റിക്വയർഡ് ടു എമിറ്റ് എന്ന് പറയുന്നത് ത്രഷ് ഹോൾഡ് എനർജിയാണ്. ആ ഒരു മിനിമം എനർജി ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ആ ഒരു എമിഷൻ പോസിബിൾ ആവുള്ളൂ. അതേപോലെ തന്നെ ഒരു മിനിമം എമൗണ്ട് ഓഫ് മാസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് റിയാക്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുള്ളൂ. അതിനെയാണ് ക്രിട്ടിക്കൽ സൈസ് എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 1 ന്യൂട്രോൺ ഈസ് അവൈലബിൾ ഫോർ ഫർദർ ഫിഷൻ റിയാക്ഷൻ. വേറൊരു ഫിഷൻ റിയാക്ഷൻ അവിടെ നടക്കണമെങ്കിൽ അവിടെ ഒരു മിനിമം സൈസ് ഉണ്ടായിരിക്കണം. ഇപ്പൊ മെയിൻലി ന്യൂക്ലിയർ റിയാക്ഷൻസ് എല്ലാം ചെയിൻ റിയാക്ഷൻസ് ആണ്. അപ്പൊ ആ ഒരു ചെയിൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ എ ബി ആവണം, ബി സി ആവണം, സി ഡി ആവണം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് വേണം? ഈ എക്ക് ബി ആവണം. ബി ഉണ്ടാവുന്നത് മുഴുവൻ സി ആയി കൊണ്ടിരിക്കുകയാണ്. പിന്നെയും എന്തുണ്ടാവണം? ബി ഉണ്ടാവണം. എന്നാലേ സി പ്രൊഡ്യൂസ്
ചെയ്യുന്നുള്ളൂ. അപ്പൊ അവിടെ ഒരു മിനിമം എമൗണ്ട് ഉണ്ടായിരിക്കണം. ആ ഒരു മിനിമം സൈസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സൈസ് എന്ന് പറയുന്നത്. മാസ് ഓഫ് ഫിസൽ മെറ്റീരിയൽ അറ്റ് ദ ക്രിട്ടിക്കൽ സൈസിനെയാണ് ക്രിട്ടിക്കൽ മാസ് എന്ന് പറയുന്നത്. ചെയിൻ റിയാക്ഷൻ ഈസ് നോട്ട് പോസിബിൾ ഇഫ് ദ സൈസ് ഈസ് ലെസ് ദാൻ ക്രിട്ടിക്കൽ സൈസ്. ആ ഒരു ക്രിട്ടിക്കൽ സൈസിനെക്കാട്ടിലും കുറവാണ് എങ്കിൽ അവിടെ ചെയിൻ റിയാക്ഷൻ നടക്കില്ല. അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ സൈസ് അഥവാ ക്രിട്ടിക്കൽ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മിനിമം എമൗണ്ട് റിക്വയർഡ് ഫോർ ദ മിനിമം എമൗണ്ട് ഓഫ് ഫിസൽ മെറ്റീരിയൽ റിക്വയർഡ് ഫോർ ദ ചെയിൻ റിയാക്ഷൻ ആണ് ക്രിട്ടിക്കൽ സൈസ്. ആ ഒരു ക്രിട്ടിക്കൽ സൈസിലുള്ള ആ ഒരു എന്താ പറയാ ഫിസിൽ മെറ്റീരിയലിന്റെ മാസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ മാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ക്രിട്ടിക്കൽ സൈസ് പറഞ്ഞു, അതിന് മുമ്പായിട്ട് എന്താ പറഞ്ഞു, ക്രോസ് സെക്ഷൻ പറഞ്ഞു, പിന്നെ ടൈപ്സ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻസ് പറഞ്ഞു. എന്താണ് ന്യൂക്ലിയർ റിയാക്ഷൻസ്, അതിനെങ്ങനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യും, ആ നൊട്ടേഷന്റെ പേരെന്താണ്, ബെർത്ത് നൊട്ടേഷൻ ആണെന്ന് പറഞ്ഞു. 2 ഹോംവർക്ക് തന്നിട്ടുണ്ട്, അത് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമ്മൾ ഇക്വിലിബ്രിയം പറഞ്ഞു, സെക്യുലർ ഇക്വിലിബ്രിയം, ട്രാൻസിയന്റ് ഇക്വിലിബ്രിയം നമ്മൾ പറഞ്ഞു. പിന്നെ ടൈപ്സ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻസും ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. അപ്പൊ ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.